നമ്മുടെ കേരളത്തിൽ ഒരു പെണ്ണ് വൈറലാകാൻ വേണ്ടിയിട്ട് ഫോണും അതുപോലെ രണ്ട് മുലകളുമൊക്കെയായി വളരെ നന്നായി ഒരുങ്ങി അതുവരെ തട്ടമിടാത്ത സ്ത്രീ പെട്ടെന്ന് തട്ടമൊക്കെ വലിച്ചു കയറ്റി പ്രീ പ്ലാനിങ്ങോടുകൂടി ബസ്സിൽ കയറിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതെ, ഷിംജിത മുസ്തഫ. അവൾ എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ ഏറെ അവൾക്ക് കിട്ടി. അവൾക്ക് വൈറലാകണമായിരുന്നു. വല്ലാതെ വൈറലായി, ദേശീയമായിട്ട് തന്നെ വൈറലായി. പിന്നെ ഫോളോവേഴ്സിനെ വേണമായിരുന്നു, അതും കിട്ടി. പിന്നെ കുറച്ച് ദിവസം ഒന്ന് ഒതുങ്ങിയിരിക്കണം എന്ന് ആഗ്രഹിച്ചു. 21 ദിവസം പോലീസ് ആ സാക്ഷാത്കാരത്തിന് കൂട്ടുനിന്നു. എല്ലാം കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ആ പാവപ്പെട്ടവൻ ജീവൻ ഒടുക്കുകയും ചെയ്തു. അപ്പൊ എന്താണ്, അമ്മിഞ്ഞയുരച്ച് ഒരു യുവാവിനെ കൊന്ന ഷിംജിത വൈറലായി. വലിയ അത്ഭുതമൊന്നുമില്ല. അതുപോലെ ഒന്ന് വൈറലാകാൻ മറ്റൊരുത്തി ശ്രമിച്ചു. അപ്പം ഇതിനകത്ത് തന്നെ കേരളത്തിൽ തന്നെ ഇതിന് ശ്രമിച്ചാൽ അത് ഷിംജിതയെ എമിറ്റേറ്റ് ചെയ്തെന്നേ പറയൂ. ഇനി ബസ്സിനകത്താണെങ്കിൽ അതും എമിറ്റേറ്റ് ചെയ്തെന്നേ പറയൂ. ഇനി ഫോൺ വെച്ച് വീഡിയോ ചെയ്ത് റീലാക്കി വേണ്ട. അതുകൊണ്ട് ഇത്തവണ താത്താക്കുട്ടി ഒന്ന് മാറ്റിപ്പിടിച്ചു, ജാക്കി വെപ്പിക്കുകയാണ് ചെയ്തത്. ഒരു യുവാവിനെ വിളിച്ച് കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ കയറ്റി. അതോ വേറെ ഒരു രാജ്യമാണ് ജോർദാൻ. അപ്പൊ അവിടെ ശക്തമായിട്ടുള്ള മത നിയമങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, ഇന്ത്യൻ എംബസി ഉണ്ട്, ഇന്ത്യയുമായി നല്ല ടൈഅപ്പുള്ള രാജ്യമാണ്. എന്നിട്ടും അവിടെ എങ്ങും ഒരു പരാതി കൊടുക്കാതെ ആ വീഡിയോ എടുത്ത് ഇടുകയാണ് ചെയ്തത്. അതിനകത്ത് നമ്മൾ കാണുന്നു ആ യുവാവിന്റെ കൈ എങ്ങും പോയിട്ടില്ല. ആ യുവാവ് ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇവര് കുറച്ച് ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഇങ്ങനെ വാരി വിതറുന്നുണ്ട് മുഖത്ത്. അപ്പോ ഞാൻ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ ആരുടെ പക്ഷത്താണോ നീതി അതിനോടൊപ്പം നിൽക്കണം എന്ന പക്ഷക്കാരിയാണ് ഞാൻ. സ്ത്രീപക്ഷവാദി തന്നെയാണ്. പക്ഷേ സ്ത്രീകൾ കാണിക്കുന്ന ഇത്തരം തോന്യാസങ്ങളും കാമപൂർത്തീകരണത്തിനു വേണ്ടി മറ്റുള്ളവരെ ഇരകളാക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതാണ് ഫെമിനിസം എങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് അല്ല. സ്ത്രീകൾ കാണിക്കുന്ന എത്ര വലിയ തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും ഇത്തരം കാമഭ്രാന്തിനുമൊക്കെ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീക്ക് എന്തൊക്കെയോ ദുരനുഭവങ്ങൾ, സെക്ഷുവലി അവർ അബ്യൂസ്ഡ് ആയി, അതിന് ഇരയായി എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ 10-28 മിനിറ്റ് ഉണ്ട്. അതുവരെ ആരും തിരിഞ്ഞു നോക്കാത്ത ഈ സ്ത്രീയുടെ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള വീഡിയോ ഒരു പക്ഷേ ഇനിയിപ്പം ഇവിടുത്തെ ദീപക് ജീവൻ ഒടുക്കിയതുപോലെ അവിടെ ഒരു അബ്ദുള്ളയും ജീവൻ ഒടുക്കാനുള്ള സാധ്യതയുണ്ടാവും. അവന്റെ കുടുംബം തകർന്നു എന്നൊക്കെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ട് നമുക്കറിയില്ല. അബ്ദുള്ള ജീവൻ ഒടുക്കി എന്ന് വരെയുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കതിനെ കുറിച്ചിട്ട് അതിന്റെ റിയാലിറ്റി അറിയാത്തത് കൊണ്ടും ജെന്യൂൻ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലാത്തത് കൊണ്ടും അതിന്റെ പിന്നാലെ പോകുന്നില്ല. അപ്പോ ആ യുവാവിനെ കൊല്ലുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം എന്നതറിയില്ല. എന്തായിരുന്നാലും ഈ സ്ത്രീയുടെ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ വന്നിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇവർക്കൊരു 10-30 മിനിറ്റ് സംസാരിക്കണം. അപ്പൊ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു പോകുക എന്നതിനേക്കാൾ ഉപരി തൻ്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണം. എന്നാലാണ് പൈസ കിട്ടുക, റീച്ച് ഉണ്ടാകുക, ഫോളോവേഴ്സ് ഉണ്ടാകുക, താൻ ഉദ്ദേശിച്ച രൂപത്തിൽ അതിന് റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ ഇതുവരെ 1000-2000 ആളുകൾ മാത്രം കണ്ടിരുന്ന ഇവരുടെ വീഡിയോ 1,90,000 ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇവർ ഈ രൂപത്തിൽ ഒരു വാർത്ത പടച്ചു വിട്ടാലേ പറ്റൂ. അപ്പോ ഷിംജിതയുടെ ജൂനിയറായി മാറിയ ഒരു ജന്ന ഒരുത്തി അമ്മിഞ്ഞയുരച്ച് വൈറലായപ്പോൾ ഇവര് ഒന്ന് മാറ്റി പിടിച്ചതാണ്. തൽക്കാലം ഇവര് ജാക്കി വെച്ച് വൈറലാകാം എന്ന് വിചാരിച്ചു. അവര് തന്നെ പറയട്ടെ. റിയാക്ഷൻസ് വീഡിയോ ഇടേണ്ടി വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. ലാസ്റ്റ് ടൈം കണ്ടോ, എല്ലാം ഒരു സമാനമായിട്ടുള്ള എമിറ്റേറ്റിംഗ് ടെൻഡൻസിയാണ്. ഷിംജിതയും ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ
ജോർദാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്റെ വീഡിയോ ഒത്തിരി കാണുന്നതാണ്. അപ്പം ഞാനും പല യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ പല ട്രാവലേഴ്സിനെ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അവരുടെ വീഡിയോസ് ഒക്കെ റെഫറൻസ് ആക്കി എടുത്ത് വെച്ചിട്ട്. അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ പോലും എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു ട്രാവലിന് ഒറ്റയ്ക്ക് പോകരുത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ ജോർദാൻ വീഡിയോ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും ഇത്രയും ആളുകൾ അതിൽ റിയാക്ഷൻ ചെയ്യുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതിൽ ഇന്നലെ രാത്രി ഞാൻ സീക്രട്ട് ഏജന്റ് ചെയ്തിട്ടുള്ള വീഡിയോ വ്ലോഗ് ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്ന മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ തമ്പനയിൽ വെച്ചതും റീക്യാപ്പ് വെച്ചതും ഒക്കെ കുറച്ച് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അത് എന്നെ നല്ല ഏതൊരു പെൺകുട്ടിക്ക് അങ്ങനെ അവസ്ഥ തന്നെ പുള്ളി സപ്പോർട്ട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവരൊക്കെ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിരിക്കാം. ഈ ഇത്ര ആൾക്കാർ ചെയ്തതിൽ ഒരാൾ പോലും എന്നെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല രീതിക്ക് തന്നെ റിയാക്ഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ പോലും വന്നിട്ടുള്ള കമന്റ് ശരിക്കും പറഞ്ഞാൽ പറയാതിരിക്കുകയാണ് ഭേദം. എന്തായാലും നിങ്ങൾ എനിക്കിട്ട കമന്റ് ഞാൻ അനുഭവിച്ചതിന്റെ ഒരു അംശം പോലും വരാത്തതുകൊണ്ട് അതൊന്നും എന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല, ഇനിയൊട്ടും ബാധിക്കാനും പോകത്തില്ല. അപ്പോൾ നമുക്കിനി കാര്യങ്ങളോട് കടക്കാം. അപ്പൊ അതിൽ വീഡിയോ ചെയ്ത എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തിട്ടുള്ളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രീക്യാപ്പ് ഇട്ടതും തമ്പനിൽ ഇട്ടതും ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് കാണിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കുറച്ച് ആളുകളോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളത്. അതാണ് സത്യം. എന്റെ വീഡിയോയുടെ വ്യൂസിനെ കുറിച്ചുള്ള ഒരു ചർച്ച പോലും പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. എന്റെ വീഡിയോക്ക് 1000 താഴെയുള്ളൂ, 1000 ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര, ഈ കണ്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര വൈറലായി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ ഈ വീഡിയോ ഇത്ര വൈറലാണ്, ഇത്ര ആൾക്കാർ ഏറ്റെടുക്കണം, ഇങ്ങനെ വലിയൊരു സെൻസേഷൻ ആണെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഞാൻ ശ്രദ്ധിക്കാതെ പോയതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ട് ഇതുപോലെ അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ടാണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വീഡിയോ എനിക്ക് അല്ല സിസ്റ്ററെ, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങളിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. മറ്റൊരു രാജ്യം, നമുക്ക് പരിചയമില്ലാത്ത ഒരു നാട്, അവിടെ ഒരു പുരുഷനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടാകാം. നമ്മൾ ഒരുപാട് പ്രീക്യൂഷൻസ് എടുത്തു പോകണമല്ലോ. പിന്നീട് ഇതൊരു കണ്ടന്റ് ആക്കാം എന്ന് തന്നെ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ അതിനകത്ത് പോയിരിക്കുന്നത് എന്നാണ് അധികം ആളുകളും പറയുന്നത്. ശരി, ആൾക്കാരിലോട്ട് എത്തിക്കാൻ കുറച്ചധികം ആൾക്കാർ കാണുന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഞാൻ തമ്പനിൽ ഇട്ടിട്ടുള്ളത്. എല്ലാ ആളുകളും ആ വീഡിയോയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കൺക്ലൂഷൻ ആയിട്ടാണ് തമ്പനിൽ കാണുന്നത്. ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് പ്രീക്യാപ്പ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 20 മിനിറ്റോളം ഞാൻ ഒരു ട്രാവലിലോട്ടും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അവസാനം നടന്നത്. അപ്പൊ ആ അവസാനം നടന്നത് നിങ്ങൾ കണ്ടിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. കാരണം എന്റെ വീഡിയോയുടെ ഇംപ്രഷൻ ഞാൻ നോക്കുന്ന സമയത്ത് ആകെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെയാണ് ആൾക്കാർ ഒരു 10-20 മിനിറ്റുള്ള വ്ലോഗിൽ പോലും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അത് പറഞ്ഞ കണക്ക് മുഴുവൻ കാണണം, അവരെന്താണെന്ന് അറിയണം, മനസ്സിലാക്കണം. കാരണം ഇത്രയും നമ്മൾ സേഫ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടൊക്കെ എന്തെല്ലാം ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അൺഎക്സ്പെക്ടഡ്ലി നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത് കാണിക്കാൻ കൂടിയാണ് ആ പ്രീക്യാപ്പ് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിനെ കൂടുതൽ ന്യായീകരിക്കുന്നില്ല. അതൊരു മോശമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം അത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കണം എന്നുള്ളത് ആ ഒരു കാര്യം മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാവരും നല്ല രീതിക്കുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഉടനീളെ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ പൈസന്റെ 5 ദിനാറിന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയിട്ട് വീണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ പറയണം. പിന്നെ എന്തുകൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് എക്സ്പെൻസിനെ കുറിച്ച് സംസാരിക്കാം. വേറൊരു കൺട്രിക്ക് പോകേണ്ട ഒരു വിസ ഞാൻ അപ്ലൈ ചെയ്തിട്ട് അത് റിജക്ട് ആയതിനു ശേഷമാണ് ജോർദാനിലോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജനുവരി 30-ാം തീയതിയാണ് ജോർദാനിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അത് 31-ാം തീയതിക്കുള്ളത്. അപ്പൊ 31-ാം തീയതിക്ക് നെക്സ്റ്റ് ഡേ ആയിരുന്നു. ചില ആളുകളുടെ രീതിയാണ് ഒരു സോളോ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യും. അതല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രാവൽ വ്ലോഗ്, യാത്രകൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. പകുതി വഴിക്ക് എത്തുമ്പോൾ പണമില്ലെന്ന് പറയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു യൂട്യൂബ് ഹാജി? അപ്പോൾ ഇയാൾ ആദ്യം പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് വേണം എനിക്ക് ഹജ്ജ് ചെയ്യാൻ. അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് കാൽനടയായിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഇറങ്ങിത്തിരിക്കുന്നത്. പിന്നീട് എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇന്ന് അയാൾ എവിടെ എത്തി നിൽക്കുന്നു എന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പോകുന്ന വഴിക്ക് ഷൂ ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഷൂവിൻ്റെ വില 1,00,000 രൂപ, 50,000 രൂപയൊക്കെയാണ് ഷൂവിൻ്റെ വില. അതൊക്കെ അങ്ങനെ ഇയാൾ പരസ്യം ചെയ്ത് കൊടുത്തു ഒക്കെ തന്നെയാണ് ഇയാൾ മുന്നോട്ട് പോകുന്നത്. പിന്നീട് അയാൾ എവിടെ എത്തി നിന്നു, എന്ത് സാമ്പത്തിക ലാഭമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്, ആരൊക്കെ അയാളെ സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്നു, എത്ര പണമാണ് ഇയാൾക്ക് ആളായിട്ടും മറ്റ് അറിയാത്ത ആളുകൾ ഗൂഗിൾ പേ ആയിട്ടും ബാങ്ക് അക്കൗണ്ടൊക്കെ ഇയാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് അയാൾക്ക് പണം കിട്ടിയത്, അയാൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള വൈറലാകുകയും ചെയ്തു അയാളെന്നൊക്കെ നമുക്കറിയുന്നതാണ്. ഇനിയും ഇവരുടെ ഈ വീഡിയോയുടെ താഴെ വന്ന ചില കമൻറ്റ്, അപ്പോൾ ഈ ഹദീസ് പണ്ഡിതന്മാരെയൊക്കെ മാറ്റി നിർത്തി, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതുപോലെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പുരുഷൻ ഉദ്ധാരണം ഉണ്ടാകും എന്നൊക്കെയുള്ളതങ്ങ് മാറ്റി വെച്ചേക്ക്. സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കണം. അത് എവിടെയായിരുന്നാലും ശരി, തെണ്ടിത്തരവും നാറിത്തരവും തെമ്മാടിത്തരവും ആര് ചെയ്തിരുന്നാലും ശരി, പെണ്ണിനെ കുറ്റപ്പെടുത്തുകയും ആണിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ ഒരു മുസ്ലിം പെണ്ണ് ടൂറിസ്റ്റ് രാജ്യത്ത് ഒറ്റയ്ക്ക് പോയി എന്നതിനെ ഒരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോഴും പെണ്ണ് ഒറ്റയ്ക്ക് പോയത് കൊണ്ടാണ് ആണങ്ങനെ ജാക്കി വെച്ചത് എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ആണിന് നിർബന്ധമായിട്ടും ഒരു നിയന്ത്രണം അനിവാര്യമാണ്. ഇനിയും അടുത്തത്,
ഒരു അന്യപുരുഷനും സ്ത്രീയും ഒറ്റയ്ക്കുള്ളിടത്ത് മൂന്നാമതായി ഇബിലീസിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് നബി വചനം. എന്തേ നമ്മൾ ഇതൊക്കെ മറന്ന് ഇത്രയും ലോങ് യാത്രയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകാൻ പാടുണ്ടോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാം. എപ്പോഴും നിങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നത് പോലെ വാപ്പയും ആങ്ങളെയും മക്കളും ഭർത്താവും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥലം കണ്ടാൽ തന്നെ അറിയാം അവിടെ പ്രതികരിക്കാൻ പറ്റില്ല. അതെ, മാനമല്ല വലുത് ജീവനാണ് എന്ന വലിയൊരു സന്ദേശം കൂടി ആ ലേഡി നൽകുന്നുണ്ട്. അപ്പൊ പ്രതികരിച്ചാൽ ചിലപ്പോൾ ജീവൻ പോലും കിട്ടത്തില്ല. കാരണം അവിടെ ഒരാളും പേരും ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ ഇവനെ വലിച്ചു കയറ്റി അങ്ങനെ ഒരു സീൻ ഒപ്പിച്ച് റീൽസ് ഉണ്ടാക്കി വീഡിയോ ഉണ്ടാക്കി അത് വലിയൊരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ മറ്റൊരാള് ഈ വീഡിയോ കണ്ടാൽ അറിയാം അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നുണ്ട്. മുന്നേ ഒരാൾ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഷിംജിതയാണ്. ഒരാഴ്ച മുമ്പ് വരെ ഇവളുടെ വീഡിയോസിന് ആകെ 2K വ്യൂസ് ആണ് ആവറേജ്. ഇപ്പോൾ അത് 1 ലക്ഷം വ്യൂസ് ആയി. 2 ലക്ഷമായി കേട്ടോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സംശയങ്ങൾ തന്നെയാണത്. പക്ഷെ അയാൾ ആ കുതിരപ്പുറത്ത് കയറുന്ന ഭാഗം കട്ട് ചെയ്തു മാറ്റിയിട്ടുണ്ട്. അത് എന്താണ് എന്നാണ് അടുത്തൊരു ചോദ്യം. അത്രയും വിജനമായ ഒരു സ്ഥലത്ത് നിന്ന് ജീവനോട് രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ. ഇത്രത്തോളം ജനത്തിനു വേണ്ടി പ്രവർത്തിച്ച വേറൊരു യൂട്യൂബറെ കണ്ടിട്ടില്ല. എന്തൊരു പൊതുപ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. എനിക്കും പൈസയുണ്ടാകണം, ഇതാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് മറ്റൊന്ന്. കർമ്മ എന്നുള്ള ഒന്നുണ്ട് ചേച്ചി എന്ന് മറ്റൊരു കമന്റ്. നിന്നെ ഇറക്കി വിട്ട വീഡിയോ എവിടെ എന്നതാണ് അടുത്തൊരു ചോദ്യം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പുറത്തു വരട്ടെ. ഇത് അടുത്ത ഷിംജിതയാകാനുള്ള 1000 വ്യൂസ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഒരു ഷോ ഇറക്കാൻ വേണ്ടി നടത്തിയ നാടകം. ജോർദാനിൽ ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടിയല്ലോ എന്ന്. തനിക്കുണ്ടായ ഒരു മോശം അനുഭവം പറയുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് അവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. നാളെ ഒരു പക്ഷേ നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായാലോ എന്നാലേ നമുക്ക് മനസ്സിലാകൂ. ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത് നന്നായി എന്നാണ് എനിക്കും തോന്നുന്നത്. വിഷമിക്കാതെ സ്ട്രോങ് ആയി മുന്നോട്ട് ഒക്കെ നല്ല അഡ്വൈസ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളും ഇത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്താൽ നമ്മളും അനുഭവിക്കേണ്ടി വരും. അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം അഭിനയം എന്ന് അറിയുന്നവർ അവർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യാതിരിക്കൂ, അതാണ് നല്ലത് എന്ന് മറ്റൊരെണ്ണം. എന്താവശ്യം, എൻ്റെ ചാനൽ റീചാർജ് ഇല്ലായിരുന്നു, അത് നടന്നില്ല. വൈറലാകാൻ വേണ്ടി ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വീടും പേരും ചോദിക്കുന്നതിനിടയ്ക്ക് ടച്ച് ചെയ്യല്ലേ, ടച്ച് ചെയ്ത് ഇരിക്കല്ലേ, എനിക്കത് അസ്വസ്ഥതയുണ്ട് എന്ന് മാന്യമായ രീതിയിൽ നിങ്ങൾ അവനോട് പറയുന്ന ഒരു സീനെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ കുത്തി കൊന്നു കളയുകയൊന്നുമില്ലല്ലോ. ഇനി കഴുതപ്പുറത്തേക്ക് അവൻ പാഞ്ഞു കയറിയതാണോ? എന്തുകൊണ്ട് അവിടെ പോലീസിൽ പരാതിപ്പെട്ടില്ല? എങ്കിൽ ആ വീഡിയോ നിങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു. ഇത്തരം വീഡിയോസ് ഒന്നും പുറത്തുവിടുന്നില്ല. അതിനെതിരെ എന്ത് പറഞ്ഞാലും ആരും എന്തും വിശ്വസിച്ചോളും. ചില പെൺകുട്ടികളുടെ ധാരണയാണ്. ഇത്തരം സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണെന്ന്. നിങ്ങൾ പറയുന്നത് കള്ളമാണ്. ആ വീഡിയോയിൽ അയാളുടെ കൈ ശ്രദ്ധിച്ചാൽ അറിയാം. കണ്ടന്റ് ഉണ്ടാക്കി പ്രശസ്തയാക്കാൻ നോക്കുകയല്ലേ. ഇത് അനുഭവിച്ചവർക്കേ അതിന്റെ വേദന മനസ്സിലാകൂ. തമ്പനയിൽ എല്ലാം റീച്ചിന് വേണ്ടി. യൂട്യൂബ് വരുമാനം മുഖ്യം. സമൂഹത്തിന് എന്ത് ഗുണമാണ് നിങ്ങളുടെ വീഡിയോസ് കൊണ്ട് കിട്ടുന്നത്? കരച്ചിൽ കേട്ടാ തോന്നും ആരോ നിർബന്ധിച്ച് യാത്ര ചെയ്യാൻ പറഞ്ഞതുപോലെ. 100 കണക്കിന് മലയാളി യാത്രാ വ്ളോഗേഴ്സിനെ കൊണ്ട് യൂട്യൂബ് തുറക്കാൻ വയ്യ. എന്തായാലും വ്യൂവേഴ്സ് കൂടിയിട്ടുണ്ട്, ഫലം കിട്ടി തുടങ്ങി. അങ്ങനെ അടുത്തത്, ആ പാവം പിടിച്ചവനെ കൊലയ്ക്കു കൊടുത്ത് നീ റീച്ച് കൂട്ടാൻ നോക്കുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തുകൊണ്ടാണ് അയാൾ കയറുന്നതും ഇറങ്ങുന്നതും നീ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്? അത്രയും നേരം വീഡിയോ എടുത്ത് അവൻ പറയുന്ന ടൈം വീഡിയോ സ്കിപ്പാക്കിയത്, അവൻ ഇടുപ്പിന്റെ സൈഡ് കൈവയ്ക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. വേറെ മോശമായി ഒന്നും കാണുന്നില്ല. ആ കുതിര പോകുന്ന റോഡ് കുണ്ടും കുഴിയുമുള്ള റോഡാണ്. അപ്പോൾ എന്തായാലും ദേഹത്ത് മുട്ടും. നിങ്ങൾ പറയണമായിരുന്നു, നീ കേറിയ ഞാൻ താഴെ ഇറങ്ങും എന്ന്. നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ആ വീഡിയോയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തോ അതോ റീച്ചിന് വേണ്ടിയാണോ എന്നാണ്.
സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കണ്ടത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു. ചിരിച്ച് എൻ്റെ ഊപ്പാടിളകി. ആളുകൾ വിചാരിച്ചു എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. പിന്നെ വേറൊരാൾ പറയാണ്, ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു. പക്ഷെ ആ വീഡിയോ ഫുള്ള് ഞാൻ കണ്ടതാ. ആ ചെക്കൻ പുറകിൽ ഇരിക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നത് ആ വീഡിയോയിൽ ഇല്ലല്ലോ. പിന്നെ അവൻ കയറിയപ്പോൾ തന്നെ വേണ്ട എന്ന് പറയണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ എക്സ്പ്ലനേഷൻ. എന്റെ ടിക്കറ്റിന്റെ ഫെയർ കുറച്ച് കൂടുതലായിരുന്നു. 2020 ദിറംസ് വന്നു അപ്പ് ആൻഡ് ഡൗൺ. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഒരു 500-600 ദിറംസ് മാത്രമേ വരത്തുള്ളൂ ജോർദാനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ജോർദാനിലോട്ട് പോയ ദിവസം തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ തൊട്ടടുത്ത് ഒരു പാസഞ്ചർ എന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, മോശമായിട്ടുള്ള ഒരു ഇതും എനിക്ക് ഉണ്ടായിട്ടില്ല. എടുക്കാമായിരുന്നല്ലോ. ഒരു വൃത്തിയുടെ എന്റെ അടുത്തിരിക്കുന്ന ആളിൽ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, അത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പബ്ലിക്കിൽ പറയാനും ചർച്ച ചെയ്യാനൊക്കെ ഭയങ്കര നാണക്കേടും മടിയും അല്ലെങ്കിൽ എനിക്കൊരു പരിചയക്കുറവുള്ളതുകൊണ്ട് അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്റെ തൊട്ടിരിക്കുന്ന ഒരു പാസഞ്ചറിന്റെ ഒരു വൃത്തികെട്ടൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നാമത് എന്താ പറയാ, എനിക്ക് പ്രതികരണ ശേഷി കുറച്ച് കുറവാണ്, എസ്പെഷ്യലി ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത്. പിന്നെ പോയ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട, ഒരു ബാഡ് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ അത് ഇതാക്കി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല. പക്ഷെ അടുത്തൊരു പെണ്ണിരിക്കുന്നതിന്റെ ഒരു സംഭവമായിരിക്കും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എനിക്കറിയാം ബാക്കിയെങ്കിലും ഇമാജിൻ ചെയ്തോ, എനിക്ക് അതെങ്ങനെ പറയേണ്ടെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എക്സ്പെൻസിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അവിടെ പോയി എത്തിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസ്. ഏകദേശം ഫസ്റ്റ് ഡേ പോയി എടുത്തിട്ടുള്ള റൂം തന്നെ 300 സംതിങ് ദിറംസ് ആയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ 7,000-8,000 രൂപയാണ് ഒരു ദിവസത്തെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എയർപോർട്ടിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിസയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വിസ എന്ന് പറയുമ്പോഴത്തേക്ക് 280 ദിറംസ് ആണ് വിസയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്റെ കയ്യിൽ ഏകദേശം $1,200 കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കറൻസി ആയിട്ട്. അതിൽ 500 ആണ് ഞാൻ അതിനുള്ള ട്രിപ്പിന് വേണ്ടി മാത്രം മാറ്റിയത്. ബാക്കി 700 എന്റെ പേഴ്സിനകത്ത് എപ്പോഴുള്ള കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ തായ്ലൻഡ് പോയത് മുതലേ ഓരോ ട്രിപ്പിനും $500 ഞാൻ കൊണ്ടുപോകും. ബാലൻസ് വരുന്നത് കീപ്പ് ചെയ്ത് അങ്ങനെ $700 ആയതാണ്. എങ്കിലും ഞാനൊരു $500 കൂടെ എടുത്തിട്ടാണ് പോയത്. ടോട്ടൽ $1,200. കാരണം ഇതിന്റെ ഈ വിസന്റെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനിൽ തന്നെ കാണിച്ചിട്ട് നമ്മുടെ കയ്യിൽ $1,000 കൈവശം വെച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ ബൈ മിസ്റ്റേക്കല്ലേ അങ്ങനെ ഒരു പിന്നെ ഇത് പ്രശ്നം വരേണ്ട, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ പോയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയിട്ട് പെടേണ്ട പറഞ്ഞിട്ട് ഞാൻ അത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ $200 ആണ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. $200 മാറ്റിയപ്പോഴേക്ക് 130 ദിനാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഇത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അവിടെ എത്തിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഡോളറിന്റെ കാലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ കറൻസി എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഞാനൊരു ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൂർ പാക്കേജ് എടുത്തപ്പോൾ എയർപോർട്ടിൽ തന്നെ പിക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ എന്നെ പകുതി വഴിക്ക് ഇറക്കിയിട്ട് വേറൊരു വണ്ടിയിലാണ് പറഞ്ഞു വിട്ടത്. എന്നിട്ട് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ട്രിപ്പിന് പോകാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നമ്പർ വാങ്ങിച്ചപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിൽ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം, അവർക്ക് പിന്നെ നമ്മൾ എത്തുന്ന സ്ഥലത്ത് എന്റെ ഒപ്പം അവർക്ക് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോൾ അവരോട് ഞാൻ പിന്നെ വേറെ എവിടെ താമസിക്കും, ഞാൻ നിങ്ങളോട് ഇത്രയും ദൂരം വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ താമസിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല, അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും, ഒരു അപ്പാർട്ട്മെന്റിലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വേറെ റൂം, എനിക്ക് വേറെ റൂം, അതായത് അയാളുടെ റൂമിനുള്ളതും കൂടെ ഞാൻ നോക്കണം. പോരാത്തതിന് ഒരു അപ്പാർട്ട്മെന്റിൽ ഞാൻ ആ പുള്ളിനെ സഹിക്കണം, അതായത് അവിടെ എന്ത് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം. അപ്പൊ അത് ഞാൻ എന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് നോക്കാത്ത ഒരാളൊന്നുമല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ ആണ് February 1 ഞാൻ താമസിച്ചിട്ടുള്ള ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു ട്രാവൽസിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു പെട്രോളിലുള്ള ട്രിപ്പും അതിനുശേഷമുള്ള 2 ദിവസത്തെ ട്രിപ്പ് ഞാൻ പാക്കേജ് എടുക്കുന്നത് 200 ദിനാർ ആണ് അതിന് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സംഭവം 200 ദിനാർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1,200 ദിറംസോളം വരും 2 ദിവസത്തെ ട്രിപ്പിന്. അപ്പൊ അതിൽ ആ ഒരു ദിവസം അത് സ്റ്റേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ പെട്രോളിലോട്ട് പോകുന്നത്. പെട്രോൾ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പെട്രോളിനകത്ത് എൻട്രൻസ് ഫീ ആയിട്ട് ഒരു 50 ദിനാർ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതും ഈ പറഞ്ഞത് കണക്കിനെ 130 ദിനാർ എന്ന് വന്ന സമയത്ത് 25 ദിനാർ ഞാൻ ടാക്സിക്ക് കൊടുത്തു. നെക്സ്റ്റ് ഈ പറഞ്ഞ പെട്രോളിലുള്ള 50 ദിനാർ കൊടുത്ത സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ദിനാർ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇപ്പോൾ 2 ലക്ഷമോ 3 ലക്ഷമോ ആളുകൾ വീഡിയോ കാണുമ്പോൾ അതൊരു 10-30 മിനിറ്റ് ഉള്ളതല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന റിസൾട്ടിന് നല്ലത്. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം ഞാൻ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ പറയേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ കാണിച്ചത്. എല്ലാം എന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടതൊന്നുമല്ല. ഈ പറഞ്ഞ പുള്ളിക്കാരൻ കയറിയ സമയത്ത് ഇതൊക്കെ ആൾക്കാർ മേക്കപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവന്റെ കൈ തന്നെ ഞാൻ ഓൾറെഡി ഉരയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ കയ്യിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ഓൾറെഡി ഉരയ്ക്കുന്നത്. ഈ പുള്ളിക്കാരൻ അത് എടുത്തിട്ട് എന്റെ അടുത്ത് മേക്കപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഇത്രയും ദൂരത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് മേക്കപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇവിടെ ബ്ലഷ് ആണെന്ന് ചോദിച്ചപ്പോൾ ഇവന് ബ്ലഷ് തൊട്ട് ഇവിടെ എനിക്ക് ഇങ്ങനെ ആക്കി തന്നപ്പോൾ ഞാൻ പതുക്കെ മാറ്റി പിന്നെ എന്റെ കൈ കൊണ്ട് എടുത്തിട്ടാണ് ഞാൻ ഇട്ടത്. അതാണ് എന്നോട് പറയുന്നത്. ഇപ്പൊ അതിൽ എനിക്ക് പ്രത്യേകിച്ച് കള്ളത്തിലൊന്നും പറയാനില്ല. അവൻ എന്റെ മുഖത്തിട്ട് തന്നത് തന്നെയാണ്. എല്ലാം കള്ളത്തിലും പൊള്ളത്തിലും ആക്കിയിട്ട് എന്നെ മാത്രം നല്ലത് പറയാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് ഞാൻ കട്ടെടുത്തതൊന്നുമല്ല. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് നടന്നത് തന്നെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയതിന് ശേഷം ഇത് എന്നോട് പറഞ്ഞു അവിടെ ആണ് ഈ തോമ്പുള്ളത്, അത് ശവകുടീരങ്ങളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ വന്നിട്ട് അത് കാണാന്ന് പറഞ്ഞാൽ എന്റെ മെകളിൽ കയറി. ആ മെകളിൽ കയറിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പെട്രോളോട്ട് എത്താൻ ഒരുപാട് ദൂരം പോരാത്തിന് എന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ട് ഭയങ്കര സഫോക്കേഷൻസ് വരുന്നുണ്ടായിരുന്നു. അത് ആ വീട്ടിൽ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്റെ അടുത്ത് പറയുന്നത്, നമുക്ക് ഇവിടുന്ന് 15 മിനിറ്റ് നീ എന്നെ വിശ്വസിക്കണം, 6 മണിക്ക് ഞാൻ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് എത്താൻ പറഞ്ഞത് 5:30 മണിക്കാണ്. അപ്പോഴത്തേക്കും നടന്നാണ് ഈ 6 മണിയിൽ എത്തിച്ചത് ഞാൻ. അപ്പൊ സമയത്തിന്റെ ഒരു പരിധി നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ ഒരു വേ ചൂസ് ചെയ്തത്, അല്ലാതെ പൈസയുടെ പ്രശ്നം കാരണമല്ല. ഞാൻ വീണ്ടും പറയാണ്, പൈസയുടെ പ്രശ്നം കാരണമല്ല. പിന്നെ അവിടെ 10 ദിനാർ അവൻ മ്യൂളിന് ചോദിച്ചത് ഇലക്ട്രിക് കാറിൽ 15 കൊടുക്കാൻ പറ്റാനിട്ടല്ല. ഇലക്ട്രിക് കാറിലോട്ട് ഞാൻ പോകണമെങ്കിൽ ഇന്നും ഞാൻ നടക്കണം, ഇന്നും സമയം പോകും. എനിക്ക് ആ സമയം ഇവിടെ എത്തണം, കാരണം 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ വാദി റം എന്നുള്ള സ്ഥലത്തോട്ട് എത്തേണ്ടത്. അതുകൊണ്ട് ആ സമയത്തിന്റെ പരിധി കാരണമാണ് ഞാനിത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ മ്യൂളിൽ ഞാൻ കയറുന്ന സമയത്ത് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എന്റെ ഫോൺ ഞാൻ ബാഗിൽ വെച്ചിട്ട് ഈ DJ ക്യാമറയിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ഓരോ തവണയും സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഓണാൻ വേണ്ടിയിട്ടും ഓഫ് താനെ ഓഫായി പോകും.
സ്ക്രീനും ഓഫ് ഇടയ്ക്ക് പോയത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനത് കേരള സമയത്ത് ഞാൻ അവരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു അതെ. നിങ്ങൾ എങ്ങനെ നടന്നുള്ള വരുന്നതെന്ന് ചോദിച്ചു. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ മ്യൂളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ 2 ആൾക്കാർ മ്യൂളിൽ പോകുന്നത് കണ്ടു. അപ്പൊ ഞാൻ കരുതി ഇത്രയും മെകളിലോട്ട് കയറുന്നില്ല, ചിലപ്പോൾ ഇവനൊരു മ്യൂളിൽ വരുന്നതായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, നീ നടന്നാണോ വരുന്നത്, അല്ലാതെ എന്റെ കൂടെ കയറി ഇരിക്കാൻ ഞാൻ പറഞ്ഞതല്ല. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവനെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള. ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ? ആ ഒരു മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു എന്റെ വെയിറ്റൊക്കെ അതിന് ഉണ്ടാവത്തുള്ളൂ. അതൊരു ചെറിയൊരു അനിമൽ ആണ്. ആ ഒരു അനിമലിന്റെ മേഖല ഞാൻ കയറിയിരിക്കുമ്പോൾ ഞാൻ കംഫർട്ട് അല്ലായിരുന്നു. എനിക്ക് പിടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിന്നുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു ഒരിക്കലും ഇല്ല. ഇൻ ബിറ്റ്വീനിൽ നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന്റെ അടുത്ത് ഇതിനടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന് മേലിൽ ചാടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്റെ മകളിൽ കയറിയത്, ഇത് നമ്മളുടെ വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിന്നെയും എന്നെയും പോലെ ഇന്നും 2 ആൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം മുതലേ എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടെ ദൂരം മുകളിലോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പ് എന്തോ ഒടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ച് കയറിയതിനു ശേഷം ഓരോ പ്രവർത്തികളും ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഉണ്ട്. അതിൽ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചെയ്ത വീഡിയോ അയാൾ തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ മനസ്സിലാവും ഒരു പെണ്ണ് അൺകംഫർട്ടബിൾ ആകുന്ന സോൺ ഏതാണെന്നുള്ളതും പിന്നെ ഒരു ആണ് പുറകിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നു, അത് നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചോ. എനിക്ക് എന്താ സംഭവിച്ചത് ഓൾറെഡി ഞാൻ ആ ഒരു ക്യാപ്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വാഗോണ്ട് പറഞ്ഞൊരു മടി കൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. പിന്നെ എനിക്ക് സെക്ഷുവലി ഇവർ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോ ഷിംജിതയുടെ അതേ പാറ്റേൺ തന്നെയാണ് ഇവർ ഇവിടെയും എടുത്തിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ? ഒരു വീഡിയോ ഇടലാണോ ഇതിനൊരു പരിഹാരമായിരിക്കേണ്ടത്? എങ്ങും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഇവർ പ്രതികരിച്ചിട്ടുമില്ല. അപ്പൊ ഷിംജിതയുടെ വീഡിയോ മുഴുവനും വളരെ കൃത്യമായിട്ട് വന്ന നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പറഞ്ഞ പിന്തുണയും എല്ലാം കൃത്യമായിട്ട് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായത് ആ സമയത്ത് ഷിംജിത ആ ഒരയ്ക്കൽ നന്നായിട്ട് അവൾ അങ്ങോട്ട് ആസ്വദിച്ചു എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു, വാർത്തകളിലും വന്നിരുന്നു. അതുകൊണ്ട് ഇവർ ആ ഫ്രസ്ട്രേഷൻസ് ഒന്ന് കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നു അയാൾ എന്താണ് പുറകിലിരുന്ന് ചെയ്യുന്നത് എന്ന്. എന്തായിരുന്നാലും ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും മോശം എക്സ്പീരിയൻസ് ആണെങ്കിലും അവർ നമ്മളോട് അത് തുറന്നു പറഞ്ഞു. പക്ഷേ ഇത് ജാക്കി വെപ്പിക്കാൻ വേണ്ടിയിട്ട് ജോർദാനിലേക്ക് പോയതിൻ്റെ എക്സ്പീരിയൻസ് ആണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരുത്തനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയതാണോ? അബ്ദുള്ളയുടെ ജീവിതം തകർത്തപ്പോൾ നിനക്ക് സമാധാനമായോ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായിരുന്നാലും ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാൻ തയ്യാറെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മതജീവിതത്തിൽ നിന്ന്, മതത്തിനകത്ത് നിൽക്കുമ്പോൾ ഇതൊന്നും പറ്റില്ല. മതജീവിതത്തിൽ നിന്ന് മതരാഹിത്യത്തിലേക്ക് പോയാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം മതത്തിനകത്ത് നിൽക്കുമ്പോൾ മതപരമായിട്ടുള്ള ചില മര്യാദകൾ, ചില അദബ് എന്നാണ് അതിന് പറയുക, മതപരമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരെ തട്ടം പിടിച്ച് തലയിലിടാൻ കാണിക്കുന്ന ഒരു സന്മനസ്സുണ്ടല്ലോ, അത് നമ്മളാരും കാണാതെ പോകരുത്. നന്ദി.